കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയോടും പ്രവർത്തനങ്ങളോടും മികവിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഡോക്ടർ രവി പിള്ള എന്ന വിദേശ മലയാളി. ഈ പ്രവർത്തന നിപുണതയും രാജ്യവികസനത്തിന് നൽകിയ സംഭാവനകളും മാനിച്ച് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട ഡോക്ടർ രവി പിള്ള ഫോബ്സ് മാഗസീനിന്റെ സമ്പന്നമായ മലയാളികളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തേക്ക് കടന്നെത്തുക കൂടിയാണ്. സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം മാറിയ കേരളത്തെ വടക്കേ ഇന്ത്യക്കാരും ബംഗാളികളും അവരുടെ ഗൾഫ് മേഖലയായി കാണുമ്പോൾ 80,000-ൽ പരം ഇന്ത്യക്കാർക്ക് ഗൾഫ് നാടുകളിൽ ഇതിനകം ജോലി നൽകിക്കഴിഞ്ഞ രവിപിള്ള ഈ മാറ്റങ്ങളും മലയാളികളുടെ മനസ്സും ഇനിയുള്ള തൊഴിൽ സാധ്യതകളും വിലയിരുത്തുകയാണ് ഇവിടെ. ശ്രദ്ധിക്കാം. വികസനത്തിന്റെ രവിഗീതം. പോയകാല ദേശിങ്ങനാടിന്റെ പ്രതാപം ഇപ്പോഴും പേറുന്ന തീരദേശമാണ് കൊല്ലം. അധ്വാനശീലരുടെയും അർപ്പണ മനസ്കരുടെയും നാട്. കൊല്ലത്തിന്റെ പ്രശസ്തിക്കും മികവിനുമൊപ്പം വളർന്ന ഒരു ദക്ഷിണാശാലിയുടെ നഗരത്തിലെ പുതുവീടിന്റെ ആരവത്തിലേക്ക് എത്തുകയാണ് നാം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച രവി പിള്ളയുടെ രവിഗീതം. രാജ്യത്തിനകത്തും പുറത്തും നിരവധി സംരംഭങ്ങളിലൂടെ 80,000-ലധികം പേർക്ക് തൊഴിൽ നൽകിയ ഡോക്ടർ രവി പിള്ള കേരളീയതയും ആധുനിക വിദേശ ശൈലിയും സമന്വയിപ്പിച്ച് 40,000-ൽ പരം സ്ക്വയർ ഫീറ്റിൽ പണിത പുതിയ ആസ്ഥാന മന്ദിരമാണിത്. ഓരോ കോണുകളും ഓരോ മുറികളും ഓരോ ഇടനാഴികളും കമനീയവും ആകർഷകവും. കൂടുതൽ സമയവും വിദേശ രാജ്യങ്ങളിലിരുന്ന് ആഗോള രംഗത്തെ വ്യത്യസ്തവും വിഭിന്നവുമായ സംരംഭങ്ങൾ നിയന്ത്രിക്കുന്ന ഡോക്ടർ രവി പിള്ള പെട്ടെന്നെത്തിയ ഈ ആഘോഷവേളയിൽ തിരക്കിന്റെയും സൗഹൃദത്തിന്റെയും തീഷ്ണതയിലാണ്. വേറിട്ട ആശയങ്ങളും ഹൃദയം നിറഞ്ഞ ആശംസകളുമായി പരിചയക്കാരും അഭ്യുദയകാംക്ഷികളും ബന്ധുജനങ്ങളും. ഫോട്ടോയ്ക്കും സെൽഫിക്കുമൊക്കെയായി ഒരു ഓട്ടപ്രദക്ഷിണം. അതിനിടെ നമുക്കുള്ള അഭിമുഖവും. വടക്കേ ഇന്ത്യക്കാരുടെ ഗൾഫായി കേരളം മാറുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിമുഖം തുടങ്ങിയത്. നിരവധി സംരംഭങ്ങൾ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ വിദേശത്തും എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി അങ്ങ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നു എന്നാണ് തോന്നൽ? മനുഷ്യജീവിതം ഒന്നേ ഉള്ളൂ. നമ്മളാൽ കഴിയുന്ന അത്ര സഹായങ്ങൾ സാധാരണക്കാർക്ക് കൊണ്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷം. കഴിയുന്ന അത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുക, സഹായിക്കുക. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇതുവഴി സമൂഹത്തിന് ഏതുതരം മാറ്റമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്തുതരം മാറ്റമാണ് നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ കേരളത്തിനും ഒക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലിപ്പം ഒരാൾ ഗൾഫിൽ വന്നാൽ ഒരു കുടുംബത്തിൽ 10 ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യും, രക്ഷപ്പെടും സാമ്പത്തികമായിട്ട്. അതനുസരിച്ച് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. എൻ്റെ ഇവിടെ ഇപ്പോൾ 80,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അടുത്ത മാർച്ചിനകത്ത് 1,00,000-ൽ കൂടുതൽ ആൾക്കാർ സ്വന്തമായി ജോലി ചെയ്യാൻ സാധിക്കുകയാണ്. 100,000 ആൾക്കാർ. കഴിഞ്ഞ കാലത്ത് നമ്മൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ, തൊഴിലിലേക്ക് ആളെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. എത്രമാത്രം ശരിയാണ്?
അത് തെറ്റാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബംഗാളിൽ നിന്നായാലും യു പിയിൽ നിന്നായാലും ബീഹാറിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗൾഫാണ് ഇപ്പോൾ കേരളം. അവിടെ 80 രൂപയാണ് അല്ലെങ്കിൽ 100 രൂപയാണ് ഒരു ദിവസക്കൂലി. ഇവിടെ 800 രൂപ 700 രൂപ 800 1000 പേരെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫിലെക്കാട്ടിൽ കൂടുതൽ ശമ്പളത്തിന് ഇപ്പോൾ കേരളത്തിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. വെച്ചാൽ 1000 രൂപ ആകും 30,000 രൂപയാണ് പ്രതിമാസം ഒരു ലേബർക്ക് ശമ്പളം കിട്ടുന്നത് ഇവിടെ. കഴിഞ്ഞ കാലത്ത് നാം കൈവരിച്ച ഒരു സാക്ഷരതയും അല്ല ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു സഞ്ചാരവും ഒക്കെ ഇതിനൊരു കാരണമായിരിക്കാം. അല്ല, എൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഗൾഫിൽ പോയി 35 വർഷമായി ഗൾഫിൽ പോയത്. അന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുടെ മക്കൾ ഇപ്പോൾ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ ആ ഗ്രേഡ് മാറിക്കഴിഞ്ഞു. അന്നത്തെ ഒരു ലേബറുടെ മകൻ ഇപ്പോൾ എഞ്ചിനീയറാണ്. ഞങ്ങളുടെ കമ്പനി തന്നെ ജോലി ചെയ്യുന്നുണ്ട് എഞ്ചിനീയറായിട്ട്. ആ മാറ്റം ഉണ്ടായി. പിന്നെ ഇപ്പം ഫാമിലി വളരെ ചെറുതാണ്. നമ്മുടെ കൊച്ചുനാളിലൊക്കെ ഒരു കുടുംബത്തിൽ 10 പേര് 12 കുട്ടികളും 8 ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 1 അല്ലെങ്കിൽ 2. അപ്പോൾ അവരെല്ലാം ഹൈ ലെവലിൽ പോവുകയാണ്. അതാണ് മെയിൻ കാരണം. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ സാമൂഹ്യ സാഹചര്യം മാറിയത് തന്നെയാണോ? ഇതിൻ്റെ മെയിൻ കാരണം ഗൾഫ് വന്നിട്ടാണ്. ഇത് കേരളം കൊണ്ടല്ല. ഇവരെല്ലാം ഗൾഫിൽ പോയില്ല, അവരെല്ലാം റിച്ചായി. അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്. ഗൾഫിൽ പോയ ഒരു സാധാരണക്കാരൻ്റെ മക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നത്, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് നല്ല രീതിയിൽ ജോലി കിട്ടുന്നുണ്ട്. ആ മാറ്റം ഉണ്ടായി. മലയാളിയെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ അവർ ജോലി ചെയ്യാൻ ഒരു പക്ഷേ മടി കാണിക്കുന്നു, വിദേശത്താണെങ്കിൽ അവർ ആത്മാർത്ഥതയോടെ 12 മണിക്കൂറോളം ജോലി ചെയ്യുന്നു. അത്തരത്തിലൊരു വ്യത്യസ്തമായ സമീപനം അതെന്തുകൊണ്ടാണ് അങ്ങ് കാണുന്നത് അതിൻ്റെ പിന്നിൽ? പക്ഷേ കേരളം നിന്ന് മാറി നിൽക്കുമ്പോൾ അവർ കേരളത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും, കുടുംബത്തോട് ഒരു സ്നേഹം ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. വെളിയിൽ പോലെ എങ്ങനെയും പൈസ ഉണ്ടാക്കണം, കുടുംബത്തെ രക്ഷപ്പെടുത്തണം, അതാണ് അവരുടെ ആഗ്രഹം. ഈ ഗൾഫിലുള്ള കേരളക്കാർ ഏറ്റവും നല്ല സത്യസന്ധരും വിശ്വസ്തരും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ്. അവർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ ചെയ്തിരിക്കും. ഇപ്പം ഒരു പുതിയ ഫ്രഷ് എഞ്ചിനീയർ വെച്ചാൽ ഒരു BSc പാസ്സായ എഞ്ചിനീയർ 1 വർഷം കൊണ്ട് വലിയ രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി എന്നൊരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. അതിൻ്റെ ടീം മാനേജ്മെൻറ്റാണ്. ഒരു വീട്ടിൽ അച്ഛൻ നന്നായാൽ മക്കളും ആ കുടുംബവും നന്നാവും. അപ്പോൾ അത് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാം മാറ്റം ഉണ്ടാകും. അതാണ് മെയിൻ കാരണം. ഏതൊരു കാരണത്തിനും ഒരു നേതൃത്വം നൽകാൻ ഒരാൾ വേണം. ഈ മറ്റ് രാജ്യങ്ങളിൽ വെച്ചാൽ ഇപ്പോൾ യൂറോപ്പ്, ജപ്പാൻ, കൊറിയ അവിടെ 2 വർഷം ഗ്രാജുവേഷനായി നിർബന്ധമായിട്ട് മിലിറ്ററി സേവനം ചെയ്യണം. അപ്പോൾ അവർ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അതില്ല. അതാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുക. ഒരു ലീഡർഷിപ്പ് അനുസരിച്ച് ട്രെയിനിങ് ചെയ്താൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മലയാളികളുടെ അധ്വാന മികവും അർപ്പണതയും വിലയിരുത്തുകയും കണ്ടറിയുകയും ചെയ്ത രവിപിള്ള കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് 10,000 കണക്കിന് തൊഴിൽരഹിതരെയാണ് അറേബ്യൻ നാടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുവഴി അവരുടെ സാമൂഹ്യ ജീവിത വ്യവസ്ഥ തന്നെ മാറ്റിയെടുക്കുവാനും കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളം ഇപ്പോൾ ബംഗാളികളുടെയും വടക്കേന്ത്യക്കാരുടെയും സ്വപ്നഭൂമിയായി മാറുന്നതിൽ അതിശയിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറയുകയാണ്. നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാര സൂചിക ഉയർന്നതിൻ്റെയും സാമ്പത്തിക നില മെച്ചപ്പെട്ടതിൻ്റെയും ബഹിർസ്ഫുരണങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ബംഗാളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കേരളം ഒരു പഴയകാല ഗൾഫായി തന്നെ, അവരുടെ ഗൾഫായി തന്നെ മാറുന്നു. അതൊരു ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നം കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? ഇവിടെ ആൾക്കാരില്ലാഞ്ഞിട്ടല്ലേ വരുന്നത്. അവർ വന്നില്ലെങ്കിൽ ഇവിടെ ശൂന്യമാവും, ഒരു പണികൾ നടക്കില്ല. ഇപ്പോൾ ബംഗാളികളുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പണി നടക്കുകയുള്ളൂ. ഇപ്പോൾ ഹോട്ടലിലായാലും ഇപ്പം ടാക്സിയിലായാലും ഇപ്പം ബംഗാളികൾ ജോലി ചെയ്യുകയാണ്. അവരെത്തുന്നതുകൊണ്ട് കേരളത്തിലെ അവസരങ്ങൾ കുറയുന്നുമില്ല അല്ലേ? ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നില്ലേ, അവിടെ പ്രശ്നം ഉണ്ടാകില്ലേ? ഗൾഫാണ് ഉദാഹരണമായിട്ട് അങ്ങ് കാണുന്നത്. ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെ പ്രാദേശികവാദം ശക്തിപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പ്രാദേശികവാദത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നു, അത് ഗൾഫിലും കേൾക്കുന്നു. അത് എത്രമാത്രം ബാധിക്കും? ഒരിക്കലും ഉണ്ടാകില്ല. നമുക്ക് അവരുടെ അത്യാവശ്യമാണ്. ഇപ്പോൾ ബംഗാളിലില്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് പണി നടക്കില്ല, റോഡ് പണി നടക്കില്ല, ക്ലീനിങ് നടക്കില്ല. അപ്പോൾ നമുക്ക് ബംഗാളിലെ അത്യാവശ്യമാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു ഏകദേശം 80,000-ഓളം പേർ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, ഇനിയും ഒരു 25,000-ഓളം പേരെ ആവശ്യവുമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ ഇല്ല, കിട്ടുന്നവർക്കെല്ലാം തൊഴിൽ കൊടുക്കാനുള്ള നിലയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരുപക്ഷെ അങ്ങേ സമീപിക്കുന്നവരെയെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ 25,000 ആൾക്കാരെ ഞങ്ങൾ അടുത്ത 2 മാസം കൊണ്ട് എടുക്കാൻ പോവാണ്. 25,000. ഇപ്പം അതിന് വീണ്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇനി ഗൾഫിൽ അടുത്തൊരു 10 വർഷം കൂടി ഈ ഫ്ലോ പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു ഗൾഫ് യുഗം, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളവും ഗൾഫും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു, നിതാഖത്ത് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു, കേരളത്തിലേക്ക് മടക്കി വരുന്നു. അതൊന്നും അവസാനിച്ചിട്ടില്ലല്ലേ? ഒരിക്കലും ഉണ്ടാകില്ല. ഓയിൽ പ്രൈസ് ഇപ്പം തൽക്കാലമായിട്ട് ഓയിൽ പ്രൈസ് കുറവാണ്. പക്ഷേ ഓയിൽ പ്രൈസ് ഇനിയും കൂടിക്കൊണ്ടേ വരും.
ജോലികൾക്ക് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രാദേശികവാദം അവിടെയും ഉയർന്നു വരുന്നുണ്ട്. നിതാഖത്ത് പോലെയുള്ള പ്രശ്നങ്ങൾ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? നിതാഖത്ത് എപ്പോഴും ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഏത് രാജ്യമായാലും അവിടുത്തെ സിറ്റിസനെ സഹായിക്കണം, അതിനുവേണ്ടിയാണ് നിതാഖത്ത്. അതനുസരിച്ച് അവർക്ക് ഇഷ്ടംപോലെ ജോലി കൊടുക്കുന്നുണ്ട്, സാധ്യതകളുണ്ട്. അതനുസരിച്ച് ഈ ഗൾഫിൽ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കും ഇഷ്ടംപോലെ കൂടുതൽ സാധ്യതകളുണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഗൾഫിൽ സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെ അവിടെ വലിയ രാജ്യമാണ്, ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ അടുത്ത 10 വർഷത്തേക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല, ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ടാകും. പക്ഷേ ഇനി കേരളീയർ വിദേശത്ത് തിളങ്ങണമെങ്കിൽ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് മികവുറ്റ മേഖലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് ശരിയായ പരിശീലന കോഴ്സുകളും രവി പിള്ള വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നു. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഇത്തരം പരിശീലനം നേടിയവരെ ആവശ്യമുണ്ട് താനും. അടുത്ത കാലത്ത് തന്നെ നിരവധി പദ്ധതികൾ കേരളത്തിലും ദുബായിലും ഓസ്ട്രേലിയയിലൊക്കെ അങ്ങ് പ്ലാൻ ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലെ ഒരു തൊഴിൽ പരിശീലനത്തിനുള്ള ഒരു പദ്ധതിയാണ് പ്ലാൻ ചെയ്തത്. അത് നടക്കുന്നുമുണ്ട്. എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത്? അത് ട്രെയിനിങ് കോഴ്സാണ്. അത് ഇപ്പം ട്രെയിനിങ് കോഴ്സ് ഇഷ്ടംപോലെ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വിദേശത്തും ഇന്ത്യയിലും ജോലിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഓസ്ട്രേലിയയിലെ കമ്പനി നമ്മളോട് ജോയിൻറ്റ് വെഞ്ചറാണ്. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടും സൈൻ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ട്രെയിൻ സെൻറ്റർ തുടങ്ങുക, അത് നടക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് പാസ്സായ ആൾക്കാരെ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും കൂടുതൽ ജോലിക്ക് സാധ്യതകളുണ്ടാവും. ഒരുപക്ഷെ അങ്ങ് ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തുകൊണ്ടാണ് അത് കൊണ്ട് എത്തിക്കുന്നതും. എങ്ങനെയാണ് അത് വിജയകരമാക്കി തീർക്കുന്നത്? അതിന് മെയിൻ കാരണം ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ടീം വർക്കാണ്, ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഏത് വെല്ലുവിളി സ്വീകരിക്കുകയും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ക്രെഡിബിലിറ്റിയാണ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ആർക്കായാലും നമ്മൾ പറയുന്ന വാക്കുകൾ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ വിശ്വസിക്കും. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യം പറയുകയുള്ളൂ. അതാണ് ജീവിതത്തിൻ്റെ ഒരു വിജയം. അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാം ലോകത്തിന് എന്ത് മാറ്റങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാസം 20 ദിവസം പല രാജ്യങ്ങളിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി യാത്രയാണ്. അപ്പോൾ നമുക്ക് പലതും പഠിക്കാൻ പറ്റും എന്താണ്. അതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. RP ഗ്രൂപ്പ് ഇതിനു പുറമെ നിരവധി പദ്ധതികൾ കേരളത്തിലും ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ മലബാറുമായിട്ട് ചേർന്നിട്ടൊരു മലബാർ മാൾ തിരുവനന്തപുരത്ത് വരുന്നു. അത്തരം പദ്ധതികൾ നിരവധി വരുന്നുണ്ട്. കേരളത്തിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം അങ്ങ് കൂടുതൽ കാണിക്കുന്നുണ്ടല്ലേ? ഇവിടെ കൂടുതൽ ബിസിനസ് ചെയ്ത് ലാഭം കിട്ടുമെന്നുള്ള ഇതല്ല. നമ്മുടെ നാട്, ജനിച്ച നാട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ലാഭം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു മോൾ തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോൾ തലസ്ഥാനയുടെ മുഖച്ഛായ അതിന് മാറ്റാൻ പറ്റും. എത്രമാത്രം മാറ്റം തിരുവനന്തപുരത്തിന് ഇതുവഴി കൊണ്ടുവരാൻ പറ്റും? ഒരു മാള് ഒരു പ്രസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് കിട്ടും ഡയറക്റ്റായിട്ട്. അതനുസരിച്ച് പല ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാർ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ ലോക്കൽ പല മെറ്റീരിയലും വിൽക്കാൻ സാധിക്കും. ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഒരു ഏത് ഇപ്പോൾ ദുബായ് ഉള്ള സാധനങ്ങൾ ഈ ട്രേഡിംഗ് കൊണ്ട് മാത്രമാണ് ഇത്ര ഉന്നതി എത്തിയിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട മാളുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വരാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ളത് ഉണ്ടാക്കും. തിരുവനന്തപുരത്ത് വരുന്ന മലബാർ മാൾ മാറ്റങ്ങൾക്ക് സൂചകമാകുമെന്നാണ് ഈ വിദേശ മലയാളി പ്രതിഭയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമൂഹ്യ രാഷ്ട്രീയ വ്യാവസായിക പ്രമുഖരും ഉൾപ്പെട്ട വൻ ജനസഞ്ചയമാണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനത്തിന് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ മാറ്റത്തിൻ്റെ സൂചകമാണിതെന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറയുകയും ചെയ്തു. മലബാർ ഗ്രൂപ്പ് അത് കേരള ഗ്രൂപ്പായി വളർന്നു വരുന്നതിൻ്റെ ഒരു നിർണായക ഘട്ടമായിട്ടാണ് മലബാർ ഗ്രൂപ്പിൻ്റെ ഈ പുതിയ പ്രോജക്ട്സുകളെയൊക്കെ ഞാൻ കാണുന്നത്. മലബാർ ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലൊട്ടാകെ, കേരളത്തിൻ്റെ അതിർത്തികളും വിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ആ വികസന പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. മലബാർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ സംതൃപ്തിയുള്ളത് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മലബാർ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹമടക്കം വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവര് ഗവൺമെന്റുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നു. പരമാവധി സഹായം എത്തിക്കുന്നതിന് മലബാർ ഗ്രൂപ്പിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അങ്ങ് കേരളത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടിയാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, കഴിഞ്ഞ ഒരു 10 വർഷവും ഈ നിലവിലെ ഈ ദശകം കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഇതുവരെ മാറിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ റോഡുണ്ടാക്കണം. വെറുതെ ഇപ്പം വേസ്റ്റാണ്. ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം 2 മണിക്കൂർ 3 മണിക്കൂറാണ്. 80 കിലോമീറ്ററുണ്ട്. ഗൾഫിലാണെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ സാധിക്കും. ഏതൊക്കെ മേഖലയിലാണ് മാറ്റങ്ങൾ നമുക്ക് വേണ്ടത്? ഈ ഇൻഫ്രാസ്ട്രക്ചർ അതാണ് വേണ്ടത്. നമുക്ക് മെയിൻ വേണ്ടത് നല്ല റോഡ്സ്, നല്ല കുടിക്കാൻ നല്ല വെള്ളം. ഇത് രണ്ടുമില്ല കേരളത്തിൽ. പിന്നെ ക്ലീനിങ്, അത് വളരെ മോശമാണ് കേരളത്തിൽ. ഇത് 3 മാറ്റം ഉണ്ടാകണം. അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റം ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. ഞാൻ പ്രൈം മിനിസ്റ്റർ മോഡി ജപ്പാനിൽ പോയപ്പോൾ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയിരുന്നു. അങ്ങനെ ഒരു വികസനമാണ് അങ്ങയുടെ മനസ്സ്. അതനുസരിച്ച് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം മാറ്റം ഉണ്ടാകും. അപ്പം ഈ ജപ്പാൻ $30 ബില്യൺ ജാപ്പാനീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അമേരിക്കക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, കൊറിയൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതനുസരിച്ച് വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ആ പെർഫോമൻസ് അങ്ങ് വിലയിരുത്തുന്നത്? അത് വളരെ പോസിറ്റീവാണ്. ഞാൻ ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മീറ്റിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ജാപ്പാനീസ് ബിസിനസ്സുകാർ പറഞ്ഞത് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ തന്നെ ഒരു പ്രത്യേക ടീം ഉണ്ടാക്കുകയാണ് നിക്ഷേപരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇന്ത്യക്കാർ ജപ്പാനിൽ നിക്ഷേപം ചെയ്യുന്നില്ല അല്ലേ? ഒരുപക്ഷെ ജപ്പാനിലുള്ള നിക്ഷേപരെ ഇങ്ങോട്ട് ആകർഷിക്കാനായിരിക്കും വ്യവസായികളെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടുത്തെ വ്യവസായികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു ഇവിടെ പോയത്. അങ്ങ് നേരത്തെ ഒരുപക്ഷെ ശുദ്ധമായ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിരിക്കും, ശുദ്ധമായ സാമൂഹിക ചുറ്റുപാടിനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് എന്നുള്ള പദ്ധതിയും ഇപ്പം ആവിഷ്കരിച്ചിരിക്കുന്നു, നടപ്പിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അലയിലുകൾ നമ്മളെല്ലാം കാണുന്നു. അതെങ്ങനെ കാണുന്നു അങ്ങ്? അത് നമുക്ക് വേണ്ടിയതാണ്. ഇപ്പോഴാണ് നമ്മൾ വിളങ്ങുന്നത്. ലോകത്തെവിടെ പോയാലും വളരെ നീറ്റും ക്ലീനുമാണ്. എവിടെയും ഏത് എയർപോർട്ടിൽ പോയാലും നല്ല. പക്ഷേ ഇവിടെ ഇല്ല. അത് വളരെ നേരത്തെ ചെയ്യേണ്ടതാണ്. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ചെയ്യണം. ലോകത്തെവിടുത്തും എല്ലായിടത്തും വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. ലോകത്തെവിടെയും, നമ്മുടെ ഇന്ത്യ ഒഴിച്ച്. അതിനോടൊപ്പം ജനങ്ങളിലൊരു മാനസികമായൊരു മാറ്റവും ഇവിടെ അനിവാര്യമല്ലേ? അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നമ്മൾ ക്ലീൻ ചെയ്താൽ നമ്മുടെ മക്കൾ ക്ലീൻ ചെയ്യും. ആ രീതിയിൽ പോകണം. നമ്മളിതുവരെ പറഞ്ഞത് ഒരുപക്ഷെ മാറ്റങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രതീക്ഷിക്കുന്ന 2020 ഏതുതരം മാറ്റമായിരിക്കും ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കുക? ഇനിയിപ്പോൾ യങ് ജനറേഷൻ വളരെ മോഡേണാണ്. അവർ വളരെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. IT രംഗത്തും വിനോദസഞ്ചാര രംഗത്തും കേരളം ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് രവിപിള്ള പറയുന്നത്. പ്രകൃതിയും കാലാവസ്ഥയും കനിഞ്ഞനുഗ്രഹിച്ച കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സംരംഭകരെ ആകർഷിക്കണമെന്നും ഈ മേഖല പുഷ്ടിപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, നിക്ഷേപ അവസരങ്ങൾ കൂട്ടി ചിലവ് കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ പിന്തുടരുകയും വേണം. ഈ മേഖലയെ സമഗ്രമായി നിരീക്ഷിച്ചു തന്നെയാണ് കേരളത്തിലെ ടൂറിസം രംഗത്ത് നിരവധി സംഭാവനകളും നിക്ഷേപങ്ങളും നടത്തിയിട്ടുള്ള ഈ സംരംഭക പ്രതിഭ പറയുന്നത്. അങ്ങ് കേരളത്തിൻ്റെ പല രംഗങ്ങളിൽ ടൂറിസം, IT, വ്യവസായം, ഹോസ്പിറ്റാലിറ്റി രംഗം, അങ്ങനെ പല മേഖലകളിലും അങ്ങ് പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. ഏത് മേഖലയിലാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത്? അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റം ഉണ്ടാക്കി ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും പോകുന്നത് ഗോവയിലും തൊട്ടടുത്ത ശ്രീലങ്കയാണ്. കാരണം വെച്ചാൽ അവിടുത്തെ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെയും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റും വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ആഭ്യന്തര ടൂറിസം, കേരളത്തിലെ ആഭ്യന്തര ടൂറിസത്തിന് ഒരു ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ ചിലവ് കേരളത്തിൽ വരുന്നതെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതെങ്ങനെ കാണുന്നു? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ ശമ്പളം വളരെ കൂടുതലാണ്. അതാണ്. പിന്നെ വുഡിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ചാർജ് വളരെ കൂടുതലാണ്. അതാണ് ഫുഡിന് ഈ ചാർജ് കൂടുതലാകുന്നത്. അതിന് മാറ്റം ഉണ്ടാകണം. ടൂറിസം മേഖലയിൽ അങ്ങ് പറയുന്നു മാറ്റം. അത് ഏതുതരം മാറ്റങ്ങളാണ് വരേണ്ടതും ആഗ്രഹിക്കുന്നതും? ഗവൺമെൻറ്റാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മാറ്റം ഉണ്ടാകും. ഏത് തരത്തിലുള്ള മാറ്റം? കേരളത്തിൽ ഇപ്പോൾ യങ് ജനറേഷൻസ് ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ്. അപ്പോൾ IT രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ടൂറിസം രംഗത്തിൽ മാറ്റം ഉണ്ടാകും. ടൂറിസം വെച്ചാൽ വിദേശികൾ ഇവിടെ വരണം. വിദേശികൾ വരണമെങ്കിൽ അവരെ ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കണം. എങ്കിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഒന്നേ IT, പിന്നെ ടൂറിസം, ഇത് രണ്ടാണ് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നിരവധി ചെറുപ്പക്കാരെ അങ്ങ് നിരന്തരം കാണുകയും അവരോട് സംവദിക്കുന്നതുമാണ്. ഒരു പുതിയ തലമുറ കടന്നു വരുന്നു, അവർ മാറ്റങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ തലമുറയോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? പഠിച്ചതിന് ശേഷം ആ തിരഞ്ഞെടുക്കുക, ആ ബിസിനസ്സിന് വേണ്ടി സമയം ചിലവാക്കുക. സ്പെൻഡ് യുവർ ടൈം ഫോർ ദ ബിസിനസ്.
പിന്നെ ആത്മാർത്ഥത, പിന്നെ ട്രസ്റ്റ്, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, വെല്ലുവിളികൾ പോലെ ഏറ്റെടുക്കുന്നു. ഒരുപക്ഷേ ഈ വിജയത്തിന് പിന്നിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ? അങ്ങ് ഈ വിജയം എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എൻ്റെ വിജയം ഒരു സംഗതി ഏറ്റെടുത്താൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യും. ഏത് രീതിയിലും എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇത് തന്നെയാണ് വിജയ കാരണങ്ങളല്ലേ? പ്രവണതയും സന്തോഷവും, പിന്നെ എൻ്റെ ക്രെഡിബിലിറ്റി, അതുകൊണ്ട് മാത്രമാണ് ഈ മാറ്റം ഉണ്ടാകാൻ കാരണം. ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സാമൂഹ്യമായ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഇനി വേണ്ട വികസനത്തെക്കുറിച്ചുമുള്ള ഒരു ദർശനങ്ങൾ അങ്ങ് ഈ അഭിമുഖത്തിൽ നാമമായിട്ട് പങ്കുവച്ചു. ഈ തിരക്കിനിടയിലും ദൂരദർശന് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചതിന് വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആളൊഴിയുമ്പോഴും തിരക്ക് കുറയുമ്പോഴും ഡോക്ടർ പിള്ളയ്ക്ക് ജോലികൾ ഒഴിയുന്നില്ല. വ്യക്തിപരമായി അയക്കേണ്ട മെയിലുകൾ അയച്ചും വായിച്ചും ഒരു ദിനത്തിൻ്റെ 15-ാം മണിക്കൂറിലെത്തുകയാണ്. ഇനി അല്പം വായന കൂടി. ആത്മീയതയുടെ വഴികളിൽ സഞ്ചരിച്ച യോഗീവര്യന്മാരുടെ ജീവചരിത്രം മനഃപ്പാഠമാക്കുകയാണ്. തൻ്റെ ഉയർച്ചയ്ക്കും കർമ്മവിജയത്തിനുമെല്ലാം ഈശ്വരന്റെ ശക്തി കണ്ടെത്തിയ രവിപിള്ള അത് അടിവരയിടുകയാണ്. അതെ, കണ്ട സ്വപ്നങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയ ഈ ദിഷ്ണാശാലിക്ക് ഇനിയുമുണ്ട് കാണാനായി സ്വപ്നങ്ങൾ. പക്ഷേ സഹജീവികളുടെ നന്മ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്വപ്നങ്ങൾ. അത് പൂർത്തീകരിക്കുന്നതുവരെ അധ്വാനിക്കുകയാണ് ഈ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനിയുമുണ്ട് രവി പിള്ളയ്ക്ക് ഏറെ ദൂരം സഞ്ചരിക്കുവാൻ.